പ്രിയരെ നമസ്കാരം. വരാഹപുരാണത്തിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് മാന്യ ഹൈന്ദവർക്ക് ഹൃദ്യമായ സ്വാഗതം. നാലാം ഭാഗത്തിൽ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട കർക്കശമായ 10 വ്രതങ്ങളെക്കുറിച്ചും മറ്റു 10 പ്രാധാന്യമേറിയ വ്രതങ്ങളെക്കുറിച്ചുമായിരിക്കും പ്രതിപാദിക്കുക. വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട കർക്കശമായ 10 വ്രതങ്ങളിൽ ആദ്യത്തേത് മത്സ്യദ്വാദശി വ്രതമാണ്. ഹൈന്ദവ മാസമായ മാർഗശീർഷ മാസത്തിലെ, അതായത് മകരമാസത്തിലെ 12-ാം ദിവസമാണ് മത്സ്യദ്വാദശി ആഘോഷിക്കുന്നത്. ഈ പുണ്യദിനത്തിൽ ഒരു ഭക്തൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ മത്സ്യത്തെ ഉചിതമായ ആചാരങ്ങളോടെ ആരാധിക്കുകയും ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും വേണം. ഹിരണ്യാക്ഷൻ എന്ന ശക്തനായ അസുരൻ രസതലത്തിലേക്ക് തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ പ്രത്യേക കഠിനനിഷ്ഠ ആദ്യം അനുഷ്ഠിച്ചത് പൃഥ്വിദേവിയാണ്. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ഉചിതമായ ആചാരങ്ങളാൽ മത്സ്യത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തൻ ബ്രഹ്മലോകത്തെത്തുകയും നിത്യതയിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. പ്രളയാനന്തരം സൃഷ്ടി പുനരാരംഭിക്കുമ്പോൾ അത്തരമൊരു വ്യക്തിക്ക് ദിവ്യശരീരം ലഭിക്കുന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ സദ്വൃത്തനായ ഒരു പുത്രനെ ലഭിക്കും. മത്സ്യദ്വാദശി ഒരു പുരുഷന്റെ ഏറ്റവും വലിയ പാപത്തിൽ നിന്ന് പോലും മോചിപ്പിക്കാൻ കഴിവുള്ളതാണ്. വരാഹപുരാണം 4-ാം ഭാഗത്തിലെ 2-ാം വിഭാഗത്തിൽ കൂർമ്മദ്വാദശി വ്രതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഹൈന്ദവ മാസമായ, അതായത് ഇടവമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 12-ാം ദിവസമാണ് കൂർമ്മദ്വാദശി ആഘോഷിക്കുന്നത്. 10-ാം ദിവസത്തോടു കൂടി തന്നെ ഒരു ഭക്തൻ പുണ്യസ്നാനം ചെയ്ത് സ്വയം ശുദ്ധീകരിക്കണമെന്ന് കരുതുന്ന സമയത്ത് ആരംഭിക്കുന്ന തപസ്സാണിത്. അടുത്ത ദിവസം അയാൾ ഉപവാസം അനുഷ്ഠിക്കുകയും ഉചിതമായ ആചാരങ്ങളോടെ കൂർമ്മ ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നു. തപസ്സിന്റെ സമാപനം കുറിക്കുന്ന ദ്വാദശി ദിനത്തിൽ അദ്ദേഹം തന്റെ ഉപവാസം അവസാനിപ്പിക്കുന്നു. ഈ പുണ്യദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന ഭക്തൻ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും മോക്ഷം നേടുകയും ചെയ്യുന്നു. വരാഹപുരാണത്തിന്റെ 4-ാം ഭാഗത്തിലെ 3-ാം വിഭാഗത്തിൽ വരാഹദ്വാദശി വ്രതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. മാഘമാസത്തിലെ, അതായത് മിഥുനമാസത്തിലെ 12-ാം പകലിന്റെ ശുക്ലപക്ഷത്തിലെ ദിവസമാണ് വരാഹദ്വാദശി ആഘോഷിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ വരാഹം പൃഥ്വിദേവിയെ രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ഭഗവാൻ വരാഹത്തിന്റെ വിഗ്രഹം വെള്ളം നിറച്ച ഒരു കലത്തിൽ സ്ഥാപിച്ച് ഓം വരാഹായ നമഃ എന്ന മന്ത്രത്തിന്റെ തുടർച്ചയായ ജപത്തിനിടയിൽ ഉചിതമായ ആചാരങ്ങളോടെ ആരാധിക്കുന്നു. ഭഗവാൻ വരാഹത്തെ ആരാധിക്കുമ്പോൾ ചന്ദനം, ധൂപം, നൈവേദ്യം മുതലായ വിവിധ വസ്തുക്കൾ വഴിപാടായി അർപ്പിക്കുന്നു. ആചാരങ്ങൾ പൂർത്തീകരിച്ച ശേഷം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നല്ല ആരോഗ്യവും സമൃദ്ധിയും ലഭിക്കും. അത്തരമൊരു മനുഷ്യൻ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും മരണാനന്തരം സ്വർഗം നേടുകയും ചെയ്യുന്നു. വരാഹപുരാണം 4-ാം ഭാഗത്തിലെ 4-ാം വിഭാഗത്തിൽ നരസിംഹ ദ്വാദശി വ്രതത്തെ മനസ്സിലാക്കി തരുന്നു. ഈ ആചാരം ഫൽഗുന മാസത്തിലെ, അതായത് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 12-ാം ദിവസമാണ് ആചരിക്കുന്നത്. ഒരു ഭക്തൻ ഈ ദിവസം ഉപവസിക്കുകയും ഉചിതമായ ആചാരങ്ങളോടെ നരസിംഹ ഭഗവാനെ ആരാധിക്കുകയും വേണം. ഈ പ്രത്യേക അനുഷ്ഠാനം ഒരു മനുഷ്യന്റെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനാക്കാൻ പ്രാപ്തമാണ്. പുരാണത്തിലെ 4-ാം ഭാഗത്തിലെ 5-ാം വിഭാഗത്തിൽ വാമന ദ്വാദശി വ്രതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ചൈത്രമാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 12-ാം ദിവസമാണ് വാമന ദ്വാദശി ആഘോഷിക്കുന്നത്. ഒരു ഭക്തൻ ഉപവാസം അനുഷ്ഠിക്കുകയും ഓം വാമന ഭഗവാനെ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വാമനനെ ആരാധിക്കുകയും ചെയ്യണം. ചൈത്രമാസത്തിലെ ശുഭകരമായ ദ്വാദശി ദിനത്തിൽ കുള്ളൻ വാമനന്റെ അവതാരമെടുത്ത സർവശക്തനായ വിഷ്ണു ഭഗവാനെ ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു. വാമന ദ്വാദശി ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരാൾ അനുഗ്രഹീതനും എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നവനുമാണ്. പുരാണത്തിന്റെ 4-ാം ഭാഗത്തിലെ 6-ാം വിഭാഗത്തിൽ ജമദഗ്ന ദ്വാദശി വ്രതത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഈ തപസ് ജമദഗ്നൻ എന്നും അറിയപ്പെടുന്ന പരശുരാമന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈശാഖം, അതായത് കന്നിമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 12-ാം ദിവസമാണ് ജമദഗ്ന ദ്വാദശി ആഘോഷിക്കുന്നത്. ആചാരങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഒരു ഭക്തൻ കുളിച്ച് സ്വയം ശുദ്ധീകരിച്ച് വെള്ളം നിറച്ച ഒരു കലത്തിൽ വെച്ചിരിക്കുന്ന പരശുരാമന്റെ വിഗ്രഹത്തെ ആരാധിക്കണം. പൂജിക്കുമ്പോൾ പൂക്കൾ, ചന്ദനം, വെള്ളം തുടങ്ങിയ വിവിധ വസ്തുക്കൾ ദേവതയ്ക്ക് സമർപ്പിക്കണം. രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ടത് നിർബന്ധമാണ്. പിറ്റേന്ന് ആ വിഗ്രഹം ബ്രാഹ്മണന് ദാനം ചെയ്യണം. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. 4-ാം ഭാഗത്തിലെ 7-ാം വിഭാഗത്തിൽ കൽക്കി ദ്വാദശി വ്രതത്തെക്കുറിച്ചാണ് വിസ്തരിക്കുന്നത്. ഭദ്രപാദത്തിലെ, അതായത് മേടമാസത്തിലെ 11-ാം ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു ഭക്തൻ ഈ തപസ് ആരംഭിക്കുകയും പിറ്റേന്ന് ദ്വാദശി ദിവസം ആ നോമ്പ് മുറിക്കുകയും വേണം. അതിനിടെ ഉചിതമായ ആചാരങ്ങളോടെ കൽക്കി ഭഗവാനെ ആരാധിക്കണം. ആചാരങ്ങളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൽക്കി ഭഗവാന്റെ വിഗ്രഹം വെള്ളം നിറച്ച ഒരു കലത്തിൽ വയ്ക്കുന്നു. ഈ വിഗ്രഹം അടുത്ത ദിവസമായ ത്രയോദശിയിൽ ഒരു പണ്ഡിതനായ ബ്രാഹ്മണന് ദാനം ചെയ്യണം. പുരാണത്തിന്റെ 4-ാം ഭാഗത്തിലെ 8-ാം വിഭാഗത്തിൽ പത്മനാഭ ദ്വാദശി വ്രതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
ഈ ആചാരം ഭഗവാൻ പത്മനാഭന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭഗവാൻ വിഷ്ണുവിന്റെ വിശേഷണമായ അശ്വിനി അതായത് വൃശ്ചിക മാസത്തിലെ 12-ാം ദിവസമാണ് ആചരിക്കുന്നത്. ഈ ആചരണത്തിന്റെ ഒരു പ്രധാന സവിശേഷത എന്തെന്നാൽ ശ്രീ പത്മനാഭന്റെ എല്ലാ അവയവങ്ങളെയും ആരാധിക്കുന്നു എന്നതാണ്. ശ്രീ പത്മനാഭന്റെ വിഗ്രഹം വെള്ളം നിറച്ച ഒരു കലത്തിൽ വയ്ക്കുന്നു. പൂക്കൾ, പഴം, ചന്ദനം മുതലായ വ്യത്യസ്ത വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. അടുത്ത ദിവസം ആ വിഗ്രഹം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നയാൾക്ക് ഐശ്വര്യപൂർണമായ ജീവിതം ആസ്വദിക്കുവാനും ശ്രീ പത്മനാഭന്റെ വാസസ്ഥലം പ്രാപിക്കുവാനും കഴിയും. പുരാണത്തിന്റെ 4-ാം ഭാഗത്തെ 9-ാം വിഭാഗത്തിൽ ധരണി വ്രതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കാർത്തിക അതായത് ധനുമാസത്തിലാണ് ഈ വ്രതം ആചരിക്കുന്നത്. നാരായണ ഭഗവാന്റെ വിവിധ അവയവങ്ങളെ ആരാധിക്കുവാനുള്ള വിവിധ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ആചാരങ്ങൾ ആരംഭിക്കുന്നത്. തലയെ ആരാധിക്കുവാൻ ഓം സഹസ്ര ശിരസേ നമഃ, കരങ്ങൾക്കായി ഓം പുരുഷായ നമഃ, കണ്ടത്തിനായി ഓം വിശ്വരൂപിണേ നമഃ, ആയുധങ്ങൾക്കായി ഓം ജ്ഞാനാസ്ത്രായ നമഃ, നെഞ്ചിനായി ഓം ശ്രീവത്സായ നമഃ, ഉദരത്തിനായി ഓം ജഗത് ഗ്രസിഷ്ണവേ നമഃ, അരക്കെട്ടിനായി ഓം ദിവ്യമൂർത്തയേ നമഃ, പാദങ്ങൾക്കായി ഓം സഹസ്രപാദായ നമഃ. അതുപോലെ ശ്രീകൃഷ്ണ ദ്വാദശി ആഷാഢം അതായത് കുംഭമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ആഘോഷിക്കുന്നത്. ഒരു ഭക്തൻ ഈ ദിവസം ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുകയും വ്രതം ആചരിക്കുകയും വേണം. പുരാണത്തിന്റെ 4-ാം ഭാഗത്തിലെ 10-ാം വിഭാഗത്തിൽ ബുദ്ധ ദ്വാദശി വ്രതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശ്രീ ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രാവണ മാസത്തിലെ അതായത് മീനമാസത്തിലെ 11-ാം ദിവസമാണ് ആചാരം ആരംഭിക്കുന്നത്. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ ഉചിതമായ ആചാരങ്ങളോടെയും പൂക്കൾ, പഴങ്ങൾ, ധൂപവർഗ്ഗങ്ങൾ തുടങ്ങിയ വിവിധ വസ്തുക്കൾ വഴിപാടായി സമർപ്പിച്ച് ആരാധിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ വിവിധ അവയവങ്ങളെ ആരാധിക്കുമ്പോൾ ഇനി പറയുന്ന മന്ത്രങ്ങളായ പാദങ്ങൾക്കായി ഓം ദാമോദരായ നമഃ, അരക്കെട്ടിനായി ഓം ഹൃഷികശായ നമഃ, ഉദരത്തിനായി ഓം സനാതനായ നമഃ, നെഞ്ചിനായി ഓം ശ്രീ വത്സധാരിണേ നമഃ, കരങ്ങൾക്കായി ഓം ചക്രപാണയേ നമഃ, കണ്ടത്തിനായി ഓം ഹരയേ നമഃ, തലയ്ക്കായി ഓം മഞ്ജുകേശായ നമഃ, കുടുമയ്ക്കായി ഓം ഭദ്രായ നമഃ എന്ന് ജപിക്കണം. ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം വിഗ്രഹം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. വരാഹ പുരാണത്തിന്റെ 5-ാം ഭാഗത്തിൽ മറ്റു ചില നിർബന്ധിത ആചാരങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. 5-ാം ഭാഗത്തിലും 10 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ ആദ്യത്തേത് ശുഭവ്രതമാണ്. ഹൈന്ദവ മാസമായ മാർഗശീർഷ അതായത് മകരമാസത്തിലെ ആദ്യത്തെ ദിവസത്തിലാണ് ഈ പ്രത്യേക തപസ് അനുഷ്ഠിക്കേണ്ടത്. ശുഭവ്രതം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാരങ്ങൾക്ക് ചില പ്രത്യേക സവിശേഷതകളുണ്ട്. 11-ാം ദിവസം അതായത് ഏകാദശിയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുക, ബ്രാഹ്മണർക്ക് വാൽഗോതമ്പ് ദാനം ചെയ്യുക, ഏകാദശിയിൽ പൃഥ്വി ദേവിയുടെ വിഗ്രഹത്തെ ആരാധിക്കുക തുടങ്ങിയവയാണവ. ദ്വാദശിയിൽ തപസ് അവസാനിക്കുന്നു. ഏകാദശി ദിനത്തിൽ വിഷ്ണുവിനോടൊപ്പം പൃഥ്വി ദേവിയെയും ആരാധിക്കുന്നു. 2 വിഗ്രഹങ്ങളും അടുത്തടുത്തായി സ്ഥാപിച്ച് വെളുത്ത വസ്ത്രങ്ങൾ കൊണ്ട് മൂടുന്നു. അതിനുശേഷം ഇരു വിഗ്രഹങ്ങളുടെയും മുന്നിൽ കുറച്ച് അരി വിതറുന്നു. ആചാരങ്ങളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ ഭക്തൻ രാത്രി മുഴുവൻ ഉറക്കമിളക്കേണ്ടതുണ്ട്. പിറ്റേന്ന് രാവിലെ 24 ബ്രാഹ്മണരെ ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം നൽകണം. ഒരു പശു, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഒരു കുട, മരച്ചന്ദനം, സമാനമായ വസ്തുക്കൾ എന്നിവയും അവർക്ക് ദാനം ചെയ്യണം. ഈ ശുഭദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് ഐശ്വര്യം ലഭിക്കും. വരാഹ പുരാണത്തിന്റെ 5-ാം ഭാഗത്തിലെ 2-ാം വിഭാഗത്തിൽ ധന്യവ്രതത്തെക്കുറിച്ച് പരിപോഷിപ്പിക്കുന്നു. ഈ പ്രത്യേക തപസ് ഒരുതരം നക്തവ്രതമാണ്. അതായത് ദിവസം മുഴുവൻ ഉപവസിക്കുകയും രാത്രിയിൽ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വ്രതം. മാർഗശീർഷ അതായത് മകരമാസത്തിന്റെ ആദ്യ പകുതിയിൽ ആരംഭിച്ച് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കും. ഭഗവാൻ വിഷ്ണുദേവന്റെ അവതാരമായ അഗ്നിദേവനെ ആരാധിക്കുക, ദേവതയുടെ മഹത്വത്തെ സ്തുതിക്കുന്ന ചില മന്ത്രങ്ങൾ ജപിക്കുക, ഹവനം നടത്തുക എന്നിവയാണ് ആചാരങ്ങളിൽ ഉൾപ്പെടുന്നത്. ഈ തപസ്യയിൽ ഭക്തൻ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. 4 മാസമായ ചൈത്രം മുതൽ ആഷാഢം വരെ, അതായത് ചിങ്ങം മുതൽ കുംഭം വരെ ശുദ്ധമായ നെയ്യിൽ പാചകം ചെയ്ത ഖീർ പോലുള്ള വിഭവങ്ങൾ അയാൾ കഴിക്കണം. ശ്രാവണം മുതൽ കാർത്തിക വരെ, അതായത് മീനം മുതൽ ധനു വരെ അയാൾ കടലമാവിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. ഈ വിധത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തപസ്സിൽ തുടർന്നുള്ള എല്ലാ മാസങ്ങളിലെയും 1-ാം തീയതി ഒരു ഭക്തൻ ഉപവസിക്കുന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ച അഗ്നിദേവന്റെ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടാണ് തപസ്യ അവസാനിപ്പിക്കുന്നത്. വിഗ്രഹം ചുവന്ന തുണി കൊണ്ട് അലങ്കരിക്കുന്നു. ആരാധനയ്ക്കിടെ ചുവന്ന പൂക്കൾ ദേവന് സമർപ്പിക്കുന്നു. ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിഗ്രഹം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. ഈ പ്രത്യേക തപസ്യ ആചരിക്കുന്നതിനാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരികയും അവനെ സമ്പന്നനാക്കുകയും ചെയ്യുന്നു. വരാഹ പുരാണത്തിന്റെ 5-ാം ഭാഗത്തിലെ 3-ാം വിഭാഗത്തിൽ കാന്തി വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ തപസ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്.
കാർത്തിക അതായത് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 2-ാം ദിവസം ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരാധനാ രീതിയാണിത്. തുടർന്നുള്ള എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷത്തിന്റെ 2-ാം ദിവസം ഒരു ഭക്തൻ ഉപവസിക്കുന്നു. ബലരാമനെ ആരാധിക്കുമ്പോൾ ഓം ബൽദേവായ നമഃ എന്നും ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ഓം കേശവായ നമഃ എന്നും ജപിക്കണം. തുടർന്ന് 2 ദേവതകൾക്കും അർഘ്യ അർപ്പിക്കുന്നു. ആ ഭക്തൻ രാത്രിയിൽ വാൽഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കണം. എന്നാൽ ഫൽഗുന അതായത് കർക്കിടകം മുതൽ 4 മാസം ഈ തപസ് അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ച ഭക്തർ ഖീർ മാത്രം കഴിച്ചു ജീവിക്കണം. കാർത്തിക അതായത് ധനു, മാർഗശീർഷ അതായത് മകരമാസങ്ങളിൽ യാഗത്തിൽ അരിയും എള്ളും അർപ്പിക്കുന്നു. വർഷാവസാനം ചന്ദ്രദേവനെ ആരാധിക്കുന്നതോടെ ആചാരങ്ങൾ അവസാനിക്കുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണൻ, ബലരാമൻ, ചന്ദ്രൻ എന്നീ 3 വിഗ്രഹങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആകർഷകമായ വ്യക്തിത്വം ലഭിക്കുന്നു. പുരാണത്തിന്റെ 5-ാം ഭാഗത്തിന്റെ 4-ാം വിഭാഗത്തിൽ സൗഭാഗ്യവ്രതത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ തപസ് ഹൈന്ദവ മാസമായ ഫൽഗുന അതായത് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 3-ാം ദിവസം ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. തുടർന്നുള്ള എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷത്തിന്റെ 3-ാം ദിവസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന ഭക്തന് പാരമ്പര്യമനുസരിച്ച് ഈ ശുഭദിനത്തിൽ ശിവപാർവതിയെയോ ഹരിലക്ഷ്മിയെയോ ആരാധിക്കാം. ആരാധന നടത്തുമ്പോൾ ഭക്തൻ ഓം ഗംഭീരായ നമഃ, ഓം സൗഭാഗ്യായ നമഃ, ഓം ദേവദേവായ നമഃ, ഓം ത്രിനേത്രായ നമഃ, ഓം വാചസ്പതേയ നമഃ, ഓം രുദ്രായ നമഃ മുതലായ മന്ത്രങ്ങൾ ജപിക്കണം. ഈ ആചാരങ്ങളുടെ ഒരു പ്രധാന സവിശേഷത യാഗാഗ്നിയിൽ തേനും നെയ്യും അർപ്പിക്കുക എന്നതാണ്. ആചാരങ്ങൾക്കിടയിൽ ഭക്തൻ ശുദ്ധമായ ധാന്യങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ചും ഗോതമ്പ്. വർഷാവസാനം ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിഗ്രഹങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തുടർച്ചയായി 7 ജന്മങ്ങളിലും ഭാഗ്യം ലഭിക്കും. പുരാണത്തിന്റെ 5-ാം ഭാഗത്തിലെ 5-ാം വിഭാഗത്തിൽ അവിഘ്ന വ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വ്രതത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ തപസ് ഒരു മനുഷ്യൻ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നു. അവിഘ്നവ്രതം ഫൽഗുന അതായത് കർക്കിടക മാസത്തിലെ 4-ാം ദിവസം ആരംഭിച്ച് 4 മാസം നീണ്ടു നിൽക്കും. അതിനായി ഒരു ഭക്തൻ ഓരോ മാസത്തിന്റെയും ശുക്ലപക്ഷത്തിന്റെ 4-ാം ദിവസം ഉപവസിക്കുന്നു. ഈ തപസ്സിന്റെ ഒരു പ്രധാന സവിശേഷത എള്ള് അതിന്റെ ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. എള്ള് ഭക്ഷണത്തിലെ പ്രധാന ഘടകമാകുന്നു. മാത്രവുമല്ല യാഗത്തിൽ അർപ്പിക്കുകയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നു. 4 മാസം ഈ തപസ് ആചരിച്ച ശേഷം ഒരു ഭക്തൻ 5-ാം മാസത്തിൽ ഗണപതിയെ ആരാധിക്കുകയും എള്ള് നിറച്ച 5 കലങ്ങൾ ഉപയോഗിച്ച് ഒരു ബ്രാഹ്മണന് ഗണപതി വിഗ്രഹം ദാനം ചെയ്യുകയും വേണം. ഗണപതിയെ ആരാധിക്കുമ്പോൾ ഓം ശൂരായ നമഃ, ഓം ധീരായ നമഃ, ഓം ഗജാനനായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം ഏകദഷ്ട്രായ നമഃ മുതലായ മന്ത്രങ്ങൾ ജപിക്കണം. അങ്ങനെ ഒരു ഭക്തൻ എല്ലാത്തരം തടസ്സങ്ങളിൽ നിന്നും മുക്തനാകുന്നു. അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുന്നു. പുരാണത്തിന്റെ 5-ാം ഭാഗത്തിലെ 6-ാം വിഭാഗത്തിൽ ശാന്തി വ്രതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കാർത്തിക അതായത് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസം ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ശാന്തിവ്രതം. എല്ലാ മാസങ്ങളിലെയും ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസം ഉപവസിക്കുന്നു. ശാന്തിവ്രതം വിഷ്ണു ഭഗവാനെയും ശേഷനാഗത്തെയും ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട തപസ്സാണ്. ഈ ഉപവാസത്തിനിടെ ഭക്തൻ ചൂടുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. മന്ത്രങ്ങൾ ജപിച്ചും പാൽ ഉപയോഗിച്ച് ശുദ്ധി സ്നാനം ചെയ്തും വിഷ്ണുവിൻ്റെ വിഗ്രഹം ശുദ്ധീകരിക്കുന്നു. യാഗാഗ്നിയിൽ എള്ളും പാലും അർപ്പിക്കുന്നു. വർഷാവസാനത്തിൽ ആചാരങ്ങൾ പൂർത്തീകരിച്ച ശേഷം ബ്രാഹ്മണരെ ക്ഷണിച്ച് ഭക്ഷണം നൽകുന്നു. ഒടുവിൽ ശേഷനാഗ വിഗ്രഹം അവരിലൊരാൾക്ക് ദാനം ചെയ്യുന്നു. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിലെ എല്ലാത്തരം പ്രബുദ്ധതകളിൽ നിന്നും മുക്തനാവുകയും സമാധാനവും ശാന്തിയും അനുഭവിക്കുകയും ചെയ്യുന്നു. പുരാണത്തിലെ 5-ാം ഭാഗത്തിൻ്റെ 7-ാം വിഭാഗത്തിൽ കാം വ്രതത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കാർത്തികേയന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ഈ തപസ് ഹൈന്ദവ മാസമായ പൗഷ അതായത് ഇടവ മാസത്തിന്റെ ശുക്ലപക്ഷത്തിലെ 6-ാം ദിവസം ഒരു ഭക്തൻ പഴം മാത്രം ഭക്ഷിച്ച് ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുരുകൻ, ഷടാനനൻ, സേനാനി, കൃതികസുതൻ, കുമാരൻ, സ്കന്ദൻ തുടങ്ങിയ നിരവധി പേരുകളിലും കാർത്തികേയൻ അറിയപ്പെടുന്നു. വർഷാവസാനം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും അവർക്ക് ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടാണ് തപസ് അവസാനിപ്പിക്കുന്നത്. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഭക്തന് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും. 5-ാം ഭാഗത്തിലെ 8-ാം വിഭാഗത്തിൽ ആരോഗ്യവ്രതത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആദിത്യൻ, ഭാസ്കരൻ, രവി, ഭാനു, ദിവാകരൻ, പ്രഭാകരൻ തുടങ്ങിയ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന സൂര്യനാരായണ ഭഗവാന്റെ ആരാധനയുമായി ഈ തപസ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഭക്തൻ ഏതെങ്കിലും മാസത്തെ 7-ാം ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും സൂര്യനാരായണ ഭഗവാനെ ആരാധിക്കുകയും ചെയ്യണം. അടുത്ത ദിവസം അതായത് അഷ്ടമി ദിവസം വ്രതം അവസാനിപ്പിക്കണം. ഇപ്പറഞ്ഞ ആചാരങ്ങൾ പിന്തുടർന്ന് ഒരു ഭക്തന് ഒരു വർഷം ഈ ആചാരം തുടരാം.
ഈ തപസ്സിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഭക്തന് എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു. പുരാണത്തിലെ 5-ാം ഭാഗത്തിന്റെ 9-ാം വിഭാഗത്തിൽ പുത്രപ്രാപ്തി വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഭദ്രപാദം അതായത് മേടമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 8-ാം ദിവസമാണ് ഈ തപസ് ആരംഭിക്കുന്നത്. തലേ ദിവസം അതായത് സപ്തമിയിൽ സങ്കല്പം എടുത്ത് അടുത്ത ദിവസം ശ്രീഹരിയെ ഉചിതമായ ആചാരങ്ങളോടെ ആരാധിക്കുന്നതാണ് പുത്രപ്രാപ്തി വ്രതാചാരങ്ങൾ. സാധാരണയായി വാൽഗോതമ്പ്, എള്ള്, നെയ്യ് തുടങ്ങിയ വസ്തുക്കൾ യാഗത്തിൽ വഴിപാടുകളായി അർപ്പിക്കുന്നു. ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണരെ ഊട്ടുകയും അവർക്ക് ദാനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടാണ് തപസ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വർഷം മുഴുവൻ തപസ് അനുഷ്ഠിക്കുന്ന ഭക്തൻ എല്ലാ മാസവും അഷ്ടമിയിൽ വ്രതം അനുഷ്ഠിക്കുന്നു. പുത്രനില്ലാത്ത ഒരാൾ പൂർണ്ണ ഭക്തിയോടെ തപസ് അനുഷ്ഠിച്ചാൽ ഒരു പുത്രനെ ലഭിക്കും. കൃഷ്ണാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ തപസ് ഒരു ഭക്തനെ ഏറ്റവും വലിയ പാപത്തിൽ നിന്ന് മുക്തനാക്കുവാൻ സഹായിക്കുന്നു. പുരാണത്തിന്റെ 5-ാം ഭാഗത്തിന്റെ 10-ാം വിഭാഗത്തിൽ ശൗര്യ സർവഭൗമ വ്രതത്തെക്കുറിച്ചാണ് വിസ്തരിക്കുന്നത്. ശൗര്യ സർവഭൗമ വ്രതം ദുർഗാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അശ്വിന അതായത് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 9-ാം ദിവസമാണ് ആചരിക്കുന്നത്. സപ്തമി വ്രതവും സങ്കല്പവും അനുഷ്ഠിച്ചുകൊണ്ടാണ് ആചാരങ്ങൾ ആരംഭിക്കുന്നത്. പിറ്റേന്ന് പഴങ്ങൾ കഴിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇവിടെ ധാന്യങ്ങൾ ഭക്ഷണക്രമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഈ തപസ്സിന്റെ ഒരു പ്രധാന വശം ദുർഗാദേവിയോടൊപ്പം കന്യക പെൺകുട്ടികളെ ആരാധിക്കുക എന്നതാണ്. ഈ തപസ്സിന്റെ ആചാരങ്ങൾ പാലിക്കുന്ന ഒരാൾക്ക് ശക്തിയും വീര്യവും ലഭിക്കും. ദേവതകൾക്കായി കണക്കാക്കപ്പെടുന്ന 10 ദിക്കുകളുടെയും ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് സർവഭൗമവ്രതം. കാർത്തിക അതായത് ധനുമാസത്തിലെ 10-ാം ദിവസം ഒരു വ്രതം ആചരിക്കുകയും ഒരു വർഷം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ മാസങ്ങളിലെയും ശുക്ലപക്ഷത്തിന്റെ 10-ാം ദിവസം ഒരു ഭക്തൻ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഈ വ്രതത്തിന്റെ പ്രധാന സവിശേഷത ദിവസാവസാനം ചോറും തൈരും കഴിച്ച് നോമ്പ് മുറിക്കുന്നു എന്നതാണ്. 10 ദിക്കുകളുടെയും പേരിൽ ത്യാഗങ്ങൾ ചെയ്യുന്നത് ഈ തപസ്സിന്റെ അവിഭാജ്യ ഘടകമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ തപസ് അനുഷ്ഠിക്കുന്ന ഒരു ഭക്തൻ താൻ ചെയ്യുന്നതെന്തും അജയനായി തുടരുന്നു. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 4-ാമത്തെ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. തുടർന്ന് 5-ാമത്തെ വീഡിയോയിൽ ധേനുദാനത്തിന്റെ വിവരണങ്ങളുമായി തുടർന്നും കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.